പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ മാത്തമാറ്റിക്കൽ ലോജിക്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ചെറിയ 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രപ്പോസിഷൻ. രണ്ടാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മൂന്നാമത്തേത് ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഫസ്റ്റ് എന്താണ് മാത്തമാറ്റിക്സിൽ പ്രപ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഒരു സെന്റൻസ്, അത് ഒന്നെങ്കിൽ ഫാൾസ് ആയിരിക്കണം അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം. ഇത്തരം സെന്റൻസ് ആണ് പ്രപ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രപ്പോസിഷൻ ഇസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് that is either true or false but not both. രണ്ടും ഒന്നിച്ച് സംഭവിക്കരുത്, ഒന്നെങ്കിൽ ഫാൾസ് ആയിരിക്കണം അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം. that is propositions is a declarative sentence that is either true or false but not both. രണ്ടും ഒന്നിച്ച് സംഭവിക്കരുത്. For example 2 is a even number. 2 is a even number. Second, 1 plus 2 equal to 3. Next, third example, 7 is a prime number. Okay, ഇതെന്താണ്? 2 is a even number. കറക്റ്റ് ആണ് അല്ലേ? 2 is a even number, ശരിയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് 1 plus 2 equal to 3, അതും കറക്റ്റ് ആണ്, കറക്റ്റ് സെന്റൻസ് ആണ് അല്ലേ? നെക്സ്റ്റ് 7 is a prime number, ഇതും കറക്റ്റ് സെന്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് എക്സാമ്പിൾ, 2 plus 6 equal to 0, ഇതും സെന്റൻസ് ആണ്, പക്ഷെ ഇതെന്താണ്? ഫാൾസ്, തെറ്റായ ഒരു സെന്റൻസ് ആണ്. ദാറ്റ് ഈസ് ഇതും ഒരു പ്രൊപ്പോഷൻ, ഇതിന് ട്രൂത്ത് വാല്യൂ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഒരു കേസിൽ ശരി മറ്റൊരു കേസിൽ തെറ്റി എന്ന് പറയുന്ന സെന്റൻസ് ആണെങ്കിൽ അതെന്തല്ല? പ്രപ്പോസിഷൻ അല്ല. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ഒന്നാമത്തെ എക്സാമ്പിൾ എഴുതിയത് പ്രപ്പോസിഷൻ ആണ്. ദാറ്റ് ഈസ് ഇതൊരു ട്രൂത്ത് സെന്റൻസ് ആണ്. ഓക്കെ, ഇതും ഒരു ട്രൂത്ത് സെന്റൻസ് ആണ്. നെക്സ്റ്റ് ഇത് തേർഡ് എക്സാമ്പിളും ഒരു ട്രൂത്ത് സെന്റൻസ് ആണ്. ഓക്കെ, നാലാമത്തേത് അത് ഒരു ഫാൾസ് സെന്റൻസ് ആണ്. ഇതിനും എന്തുണ്ട്? നമുക്ക് എന്ത് ചെയ്യാം? തെറ്റായ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു സെന്റൻസ് ഒന്നെങ്കിൽ അത് തെറ്റായിരിക്കണം അല്ലെങ്കിൽ അത് ശരിയായിരിക്കണം, അതിന് ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ സെന്റൻസിനെയാണ് എന്ത്? ഡിക്ലറേറ്റീവ് സെന്റൻസിനെയാണ് എന്ത്? പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ, that is x plus 1 equal to 2. That is fifth example, x plus 1 equal to 2. Next, sixth example, x is odd number. Seventh example, today is Friday. Okay, ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്താണ്? ഈ എക്സ് എന്താ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ അല്ലേ? എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ശരിയാണ്, എക്സ് ഈക്വൽ ടു 2 ആണെങ്കിലോ ഇത് തെറ്റാണ്. അതുകൊണ്ട് ഈ ഒരു സെന്റൻസ് എന്തല്ല? പ്രപ്പോസിഷൻ അല്ല. കാരണം ഇത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ വാല്യൂ. അപ്പൊ ഇതെന്തല്ല? ഇത് പ്രപ്പോസിഷൻ അല്ല. കാരണം ഇത് ചില കേസിൽ ശരിയാണ്, ചില കേസിൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ x plus 1 equal to എന്നുള്ളത് പ്രപ്പോസിഷൻ അല്ല. നെക്സ്റ്റ് x is odd number. ഇത് x എന്താന്ന് ഡിഫൈൻ ചെയ്യണം.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതും എന്തല്ല, പ്രപ്പോസിഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് ടുഡേ ഈസ് ഫ്രൈഡേ. ദാറ്റ് ഈസ് ടുഡേ ഈസ് ഫ്രൈഡേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാവാം ശരിയാവാം. ഓക്കെ, ഇതും എന്തല്ല, പ്രപ്പോസിഷൻ അല്ല. ദാറ്റ് ഈസ് നോട്ട് ബി. അപ്പൊ ഇതാണ് പ്രപ്പോസിഷൻ. ദാറ്റ് ഈസ് പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് either true or false but not both. Okay, next രണ്ടാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ. ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളുടെയും എക്സ്ട്രാ പറയണം. എപ്പോഴാണ് ഒരു പ്രപ്പോസിഷനെ സിമ്പിൾ പ്രപ്പോസിഷൻ അതുപോലെ തന്നെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് സിമ്പിൾ പ്രപ്പോസിഷൻ ആൻഡ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. എപ്പോഴും നമ്മൾ പ്രപ്പോസിഷനെ സ്മാൾ ലെറ്റർ പി, സ്മാൾ ലെറ്റർ ക്യൂ, സ്മാൾ ലെറ്റർ ആർ ഈ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ പി, ദാറ്റ് ഈസ് 2 ഈസ് ഈവൻ നമ്പർ. 2 ഈസ് ഈവൻ നമ്പർ. നെക്സ്റ്റ് ക്യൂ, 3 + 5 = 0. ഓക്കെ, next 3 is odd number and 4 is even number. ഇതെല്ലാം പ്രപ്പോസിഷൻ ആണ്. ഇവിടെ എപ്പോഴാണ് സിമ്പിൾ പ്രപ്പോസിഷൻ എന്ന് പറയാം? ദാറ്റ് ഈസ് സിമ്പിൾ പ്രപ്പോസിഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ദാറ്റ് ഈസ് 2 ഈസ് എ ഈവൻ നമ്പർ. ഇതൊരു സിമ്പിൾ പ്രപ്പോസിഷനാണ്. ഇതിന്റെ ട്രൂത്ത് വാല്യൂ വേറെ സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് 2 ഈസ് എ ഈവൻ നമ്പർ. ദാറ്റ് ഈസ് ഇതിന്റെ ട്രൂത്ത് വാല്യൂ വേറെ ഒരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ പ്രപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് എനി പ്രപ്പോസിഷൻ whose truth value does not explicitly depend on the another proposition is said to be simple proposition. That is simple proposition, any proposition whose truth value does not explicitly depend another proposition is said to be a simple proposition. Okay, that is P. First നമ്മൾ എഴുതിയ P, 2 is even number. ഇതൊരു സിമ്പിൾ പ്രപ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ? ദാറ്റ് ഈസ് സെക്കൻഡ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. എപ്പോഴാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയാം? ഒരു പ്രപ്പോസിഷനെ എപ്പോഴാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയാം? ദാറ്റ് ഈസ് എ പ്രപ്പോസിഷൻ ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more simple proposition is said to be compound proposition. അപ്പോൾ ഒന്നിലധികം സിമ്പിൾ പ്രപ്പോസിഷൻ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന പ്രപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് എ പ്രപ്പോസിഷൻ formed by combining 2 or more
simple proposition is said to be compound proposition. Is said to be compound proposition. Okay. But for example, ഇവിടെ നമ്മൾ തേർഡ് എക്സാമ്പിൾ ആർ എന്നുള്ളത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. ദാറ്റ് ഈസ് ആർ എന്നുള്ള പ്രൊപ്പോസിഷനിൽ നമുക്ക് എന്തുണ്ട്? ആർ എന്താണ്? 3 ഈസ് ഓഡ് നമ്പർ. 3 ഓഡ് നമ്പർ തന്നിട്ടുണ്ട് ആൻഡ് 4 ഈസ് ഈവൻ നമ്പർ. ഇവിടെ പി എന്നുള്ള ഒരു പ്രൊപ്പോസിഷൻ എന്ത് ചെയ്യാം? 3 ഈസ് ഓഡ് നമ്പർ. അതുപോലെ തന്നെ Q എന്നൊരു പ്രൊപ്പോസിഷൻ that is 4 is even number. 4 is even number. That is R എന്ന പ്രൊപ്പോസിഷൻ എങ്ങനെ വന്നുള്ളത്? P and Q. That is രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് R എന്ന പ്രൊപ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. Therefore R എന്ന പ്രൊപ്പോസിഷൻ എന്താണ്? കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ. P യും Q യും എന്താണ്? സിമ്പിൾ പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ. ഇനി ഒരു കോമൺ പ്രൊപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഈ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് കിടക്കേണ്ടി വരും. ഇവിടെ നോക്കി ആൻഡ് എന്ന ഒരു വേർഡ് കൊണ്ടാണ് രണ്ട് പ്രൊപ്പോസിഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ? ദാറ്റ് ഈസ് 3 ഈസ് ഓഡ് നമ്പർ ആൻഡ് 4 ഈസ് ഈവൻ നമ്പർ. അതേപോലെ ഓർ വരാം. അങ്ങനെ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷനിൽ കുറച്ച് ലോജിക്കൽ കണക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ വരിക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് 4 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഡിസ്ജക്ഷൻ, സെക്കൻഡ് കൺജക്ഷൻ, തേർഡ് എക്സ്ക്ലൂസീവ് ഓർ, നാലാമത്തെ നെഗേഷൻ. ഓക്കെ. നമുക്ക് 1 by 1 ഓരോന്ന് പഠിക്കാം. ഫസ്റ്റ് ഒന്നാമത്തേത് ദാറ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ. ഫസ്റ്റ് വൺ കൺജക്ഷൻ. സെക്കൻഡ് വൺ disjunction. Next, third one exclusive or. Next, fourth one negation. Okay. First, അതിലെ ഒന്ന് എന്താണ്? കൺജക്ഷൻ. ഫസ്റ്റ് കൺജക്ഷൻ എന്താണ്? കൺജക്ഷൻ ദാറ്റ് ഈസ് നമ്മൾ അതിനെ ഒരു സിമ്പിൾ നൊട്ടേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇതാണ് ആ സിമ്പിൾ നൊട്ടേഷൻ കൺജക്ഷൻ. ഓക്കെ. ദാറ്റ് ഈസ് പി ക്യു രണ്ട് സിമ്പിൾ, ദാറ്റ് ഈസ് പി ക്യു രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻ ആണെങ്കിൽ പി കൺജക്ഷൻ ക്യൂ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പി കൺജക്ഷൻ ക്യൂ. എന്താ ഏത് വരിക? ഫോർ എക്സാമ്പിൾ പി ഈസ് 2 ഈസ് ഓഡ് നമ്പർ. 2 ഈസ് ഓഡ് നമ്പർ അല്ലേ? ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഇതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആയി എന്നുള്ളൂ. ഓക്കെ. 2 ഈസ് ഓഡ് നമ്പർ ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്, കാരണം ഇത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ദാറ്റ് ഈസ് പി എന്താണ്? ഒരു പ്രൊപ്പോസിഷൻ ആണ്. നെക്സ്റ്റ് ക്യൂ 3 ഈസ് ഈവൻ നമ്പർ. അപ്പൊ ഇവിടെ എന്താണ്? ഇതും ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഇതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആയി എന്നുള്ളൂ. ഓക്കെ. ദെൻ പി കൺജക്ഷൻ ക്യൂ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 2 ഈസ് ഓഡ് നമ്പർ and 3 is even number.
That is P conjunction Q പറഞ്ഞു കഴിഞ്ഞാൽ 2 is odd number and okay and 3 is even number. ഇതാണ് conjunction. Okay, വേറെ എക്സാമ്പിൾ. ഈ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി എഴുതാം, കാരണം നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഈ എക്സാമ്പിൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാനുണ്ട്. പി എന്തായിരുന്നു? പി 2 is odd number. 2 is odd number. നെക്സ്റ്റ് Q എന്തായിരുന്നു? Q 3 is even number അല്ലേ? then P conjunction Q, P conjunction Q എങ്ങനെ എഴുതിണ്ടായിരുന്നേ? 2 is odd number and 3 is even number. Okay, example 1. Next, second example. 5 is a prime number. Next, Q 2 is even number. എന്തായിരിക്കും P conjunction Q? P conjunction Q, that is 5 is a prime number and 2 is even number. Okay, next വേറെ example, third example. P 2 plus 3 equal to 5. Next, Q 2 minus 3 equal to 0. എങ്ങനെ എഴുതാം? P conjunction Q, P conjunction Q 2 plus 3 equal to 5 and 2 minus 3 equal to 0. Okay, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള പി ക്യൂ പ്രപ്പോസിഷൻ ആണ്. പി എന്തായിരിക്കാം? ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. ക്യൂ എന്താവാം? ട്രൂ ആവാം, ഫാൾസ് ആവാം. സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ പി എടുത്തുള്ളത് ട്രൂ ആവാം, കാരണം പ്രപ്പോസിഷൻ ആണ്. ഒന്നെങ്കിൽ ട്രൂ ആയേ പറ്റൂ അല്ലെങ്കിൽ ഫാൾസ് ആയേ പറ്റൂ, രണ്ടും ഒന്നിച്ച് സംഭവിക്കരുത്. ഓക്കെ, അപ്പോൾ പി എന്താവാം? ട്രൂ ആവാം. ഇതേപോലെ ക്യൂ എന്താവാം? ഫാൾസ് ആവാം. രണ്ടും ട്രൂ ആവാം, രണ്ടും ഫാൾസ് ആവാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ അതേപോലെ. പക്ഷെ ഇതിന്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനും ഇതേപോലെ ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കണം അല്ലെ? രണ്ട് പ്രപ്പോസിഷന്റെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രപ്പോസിഷനാണ്. അപ്പൊ ഇതിനും എന്തുണ്ടായിരിക്കണം? ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് ഇതിന്റെ ട്രൂത്ത് വാല്യൂ? ഞാൻ ഇവിടെ ആ ട്രൂത്ത് വാല്യൂ ഉള്ള ടേബിൾ വരയ്ക്കാൻ പോവാണ്. ദാറ്റ് ഈസ് പി, നെക്സ്റ്റ് ക്യൂ, നെക്സ്റ്റ് പി കൺജക്ഷൻ ക്യൂ. നമുക്ക് ചെക്ക് ചെയ്യാം, ഓരോന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പി എന്തായിരുന്നു? ഞാൻ ടേബിൾ ആക്കി തന്നെ കൊടുക്കാം. ഫസ്റ്റ് പി എന്തായിരുന്നു? 2 ഈസ് ഓഡ് നമ്പർ. തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് പി ഫാൾസ് ആയിരുന്നു. ക്യൂ എന്താണ്? 3 ഈസ് ഈവൻ നമ്പർ. അതും ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പി കൺജക്ഷൻ ക്യൂ 2 ഈസ് ഓഡ് നമ്പർ ആൻഡ് 3 ഈസ് ഈവൻ നമ്പർ. രണ്ടും തെറ്റാ അല്ലേ? therefore പി കൺജക്ഷൻ ക്യൂ എന്താണ്? അത് ഫാൾസ് ആണ്. അപ്പോൾ പിയും ക്യൂവും ഫാൾസ് ആണെങ്കിൽ പി കൺജക്ഷൻ ക്യൂ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. എവിടെ? കൺജക്ഷനിൽ അല്ലേ? പി ക്യൂ ഫാൾസ് ആണെങ്കിൽ പി കൺജക്ഷൻ ക്യൂ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. 5 ഈസ് പ്രൈം നമ്പർ. 5 പ്രൈം നമ്പർ ആണ്. 2 ഈസ് ഈവൻ നമ്പർ. ഇത് രണ്ടും ശരിയാണ് അല്ലേ? പി എന്താണ്?
5 is prime number ആണ്. 2 എന്താണ് prime number? 2 3 5 7 അതെല്ലാം prime numbers ആണ്. ഓക്കെ, അപ്പോൾ P എന്താണ്? P ട്രൂ ആണ്. Q എന്താണ്? 2 is even number, അതും ട്രൂ ആണ്. ദാറ്റ് ഈസ് ട്രൂ. എന്താണ് P കൺജക്ഷൻ Q നമ്മൾ എഴുതിയിട്ടുള്ളത്? 5 is a prime number and 2 is even number. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് കൺജക്ഷൻ എന്തായി? അതും ട്രൂ ആയി. ഓക്കെ, നെക്സ്റ്റ് P 2 plus 3 equal to 5. രണ്ടും മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. ദാറ്റ് ഈസ് P എന്താണ്? P എന്നുള്ളത് ട്രൂ ആണ്. നെക്സ്റ്റ് 2 minus 3 equal to 0. നമുക്കറിയാം 2 minus 3 equal to -1 ആണ്. ദാറ്റ് ഈസ് ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്, അതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആണ്. therefore ഇവിടെ എന്തായിരിക്കും? F. ഇനി എന്താണ് കൺജക്ഷൻ എഴുതിയിട്ടുള്ളത്? P കൺജക്ഷൻ Q 2 plus 3 equal to 5 and 2 minus 3 equal to 0. ഇതും ശരിയാണ്, ഇതും ശരിയാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലേ? ദാറ്റ് ഈസ് ഈ P കൺജക്ഷൻ Q ടോട്ടൽ ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, ഒരു കേസ് കൂടി ഞാൻ എഴുതാം. ദാറ്റ് ഈസ് P 3 ഈസ് ഈവൻ നമ്പർ. 3 is even number. Next Q 3 plus 3 equal to 6. എന്തായിരിക്കും P conjunction Q? P conjunction Q, that is 3 is even number and 3 plus 3 equal to 6. ഓക്കെ, ദാറ്റ് ഈസ് P എന്തായിരുന്നു? P എന്നുള്ളത് ഫാൾസ് അല്ലേ? 3 ഓഡ് നമ്പർ നമുക്കറിയാം. പക്ഷേ Q എന്താണ്? 3 plus 3 equal to 6 ആണ്. ദാറ്റ് ഈസ് Q എന്താണ്? ട്രൂ ആണ്. പക്ഷേ ഈ P കൺജക്ഷൻ Q അതെന്താണ്? 3 is even number and 3 plus 3 equal to 6. ദാറ്റ് ഈസ് ഇത് ഫാൾസ് ആണ്. ഇതാണ് ട്രൂത്ത് ടേബിൾ. നമ്മൾ മൂന്നാമത്തെ ടോപ്പിക് പറഞ്ഞത് ട്രൂത്ത് ടേബിൾ. കൺജക്ഷൻ എന്ന ഓപ്പറേഷന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇത്. എപ്പോഴാണ് ഇത് ട്രൂ ആവുക? ട്രൂ ആവണ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഫോർ Pയും Qയും ട്രൂ ആവുമ്പോൾ P കൺജക്ഷൻ Q ട്രൂ ആവും. അല്ലാത്ത എല്ലാ കേസിലും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺജക്ഷന്റെ ട്രൂത്ത് ടേബിൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. P Q P conjunction Q, PQ and P conjunction Q. ഫസ്റ്റ് രണ്ടും ട്രൂ ആവാം അല്ലേ? രണ്ടും ട്രൂ ആവുമ്പോൾ നമ്മൾ കണ്ടു ട്രൂ ആണ് വരും. അപ്പോൾ P ട്രൂ ആണ്, Q ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ P കൺജക്ഷൻ Q എന്താണ്? ട്രൂ ആണ്. രണ്ടാമത്തേത് P ട്രൂ Q ഫാൾസ് ആവുമ്പോൾ അല്ലേ? രണ്ടും ട്രൂ ആവുമ്പോൾ മാത്രമേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസും ഫാൾസ് ആണ്. ദാറ്റ് ഈസ് F. നെക്സ്റ്റ് ഫാൾസ് ആൻഡ് ട്രൂ. ഫസ്റ്റത്തെ ഫാൾസ്, രണ്ടാമത്തെ ട്രൂ. ഏതാണ് ഈ നാലാമത്തെ കേസ്? ദാറ്റ്സ് ഈക്വൽ ടു ഫാൾസ്. ഓക്കെ, ലാസ്റ്റ് കേസ് രണ്ടും ഫാൾസ് സ്റ്റേറ്റ്മെന്റ് വരിക. ദാറ്റ് ഈസ് F. അതേതാണ്? ദാറ്റ് ഈസ് അതും ഫാൾസ്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ട്രൂത്ത് ടേബിൾ എപ്പോഴും നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തെങ്ങാണ്ട് ചെക്ക് ചെയ്യണമെന്നില്ല. ഈ ട്രൂത്ത് ടേബിൾ, കൺജക്ഷന്റെ ട്രൂത്ത് ടേബിൾ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഓക്കെ, ഈ രണ്ടാമത്തെ ഓപ്പറേറ്റർ ഡിസ്ജക്ഷൻ. Second,
ഡിസ്ജക്ഷൻ. എങ്ങനെയാണ് ഇതിൻ്റെ നൊട്ടേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ദറ്റ് ഈസ് കൺജക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നത് പറയാം. പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് പി എന്നുള്ളത് 2 ഈസ് സിമ്പിൾ പ്രൊപ്പോർഷൻ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ഈസ് ഈവൻ നമ്പർ, 2 ഈസ് ഈവൻ നമ്പർ ആൻഡ് Q എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ -1 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, -1 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ P disjunction Q, 2 is even number or negative -1 is a positive integer. ഓക്കെ, ഒന്നെങ്കിൽ ഇവിടെ എന്താണ് തൊട്ട് മുന്നേ കൺജക്ഷനിൽ നമ്മൾ ഇതായിരുന്നു നൊട്ടേഷൻ. അവിടെ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡ് ഏതായിരുന്നു? ആൻഡ് എന്നായിരുന്നു. ഇവിടെ ഡിസ്ജക്ഷനിൽ ഇതാണ് നമ്മുടെ നൊട്ടേഷൻ. രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് എന്തായിരുന്നു? ഓർ. ഓക്കെ, സോറി, ഓർ. എക്സാമ്പിൾ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ടു പ്ലസ് 2 ഈക്വൽ ടു 4, ദറ്റ് ഈസ് പി എന്ന പ്രൊപ്പോർഷൻ 2 + 2 ഈക്വൽ ടു 4. Q എന്ന പ്രൊപ്പോർഷൻ 2 - 1 ഈക്വൽ ടു 1. ഓക്കെ, ദെൻ P ഡിസ്ജങ്ഷൻ Q ഇത് വരും. P ഡിസ്ജങ്ഷൻ Q 2 + 2 ഈക്വൽ ടു 4 or 2 - 1 ഈക്വൽ ടു 1. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, Seven is a prime number. Next, Q. 10 is a odd number. Okay, then P conjunction Q vira. Sorry, P disjunction Q vira. That is P disjunction Q. 7 is a prime number or 10 is odd number. Okay, next മൂന്നാമത്തെ എക്സാമ്പിൾ P. മൂന്നാമത്തെ എക്സാമ്പിൾ, 3 + 9 equal to 20. 3 + 9 equal to 20. Next, Q. 3 - 7 equal to -4. Okay. എന്താണ് P conjunction Q വരിക? P disjunction Q. That is 3 + 9 equal to 20 or 3 - 7 equal to -4. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കുന്നത് നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഒരുപാട് എക്സാമ്പിൾ, വെറൈറ്റി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ എക്സാമ്പിൾ, ഈ ട്രൂത്ത് ടേബിൾ കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത്, P. 5 is even number. Next, Q. 3 is negative number.
Okay, എന്താണ് P conjunction Q? It is P conjunction Q, sorry, P disjunction Q. P disjunction Q എന്ത് വരും? That is 5 is even number. Next, or 3 is negative number. Okay, നമുക്ക് ഇനി ട്രൂത്ത് ടേബിൾ നോക്കാം. ഇവിടെ ഇതിനൊരു ട്രൂത്ത് വാല്യൂ ഉണ്ട്, ഇതിനും ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ P ഡിസ്ജങ്ഷൻ Qക്കും ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, സെക്കൻഡ് കേസിലും Pക്കും Qക്കും ട്രൂത്ത് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ P ഡിസ്ജങ്ഷൻ Q ഇതിനും ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് തേർഡും ഫോർത്തും ഇതേപോലെ. ഫസ്റ്റ് നമുക്ക് ചെയ്യാം, ടേബിൾ ആയിട്ട് തന്നെ ചെയ്യാം. ദാറ്റ് ഈസ് P, നെക്സ്റ്റ് Q, നെക്സ്റ്റ് P conjunction Q, sorry, P disjunction Q. ഫസ്റ്റ് ഒന്നാമത്തെ എടുക്കാം. 2 + 2 = 4. ഇത് പ്രൊപ്പോസിഷൻ ആണ്, ട്രൂത്ത് വാല്യൂ T അല്ലേ? T ആണ്, ദാറ്റ് ഈസ് ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് 2 - 1 = 1, അതും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് P ഡിസ്ജങ്ഷൻ Q? 2 + 2 = 4 or 2 - 1 = 1. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലേ? 2 + 2 = 4 അല്ലെങ്കിൽ 2 - 1 = 1. കാരണം ശരിയാണ്, രണ്ടും ശരിയാണ്. ദാറ്റ് ഈസ് ട്രൂ P ഡിസ്ജങ്ഷൻ Q. Pയും Qവും ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ P ഡിസ്ജങ്ഷൻ Q എന്താണ്? ട്രൂ ആണ്. ഇനി രണ്ടാമത്തെ 7 ഈസ് പ്രൈം നമ്പർ, ദാറ്റ് ഈസ് ട്രൂ. രണ്ടാമത്തെ 10 ഈസ് ഓഡ് നമ്പർ, ദാറ്റ് ഈസ് ഫാൾസ്. ഇനി എന്താണ് ഡിസ്ജങ്ഷൻ പറയുന്നത്? 7 ഈസ് എ പ്രൈം നമ്പർ ഓർ 10 ഈസ് എ ഓഡ് നമ്പർ. 7 ഈസ് എ പ്രൈം നമ്പർ ഓർ 10 ഈസ് എ ഓഡ് നമ്പർ, ദാറ്റ് ഈസ് ഇതും ട്രൂ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ പറയുന്നുള്ളൂ, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. 7 ഈസ് എ പ്രൈം നമ്പർ ഓർ 10 ഈസ് എ ഓഡ് നമ്പർ, ദാറ്റ് ഈസ് ട്രൂ. കൺജങ്ഷൻ ഡിസ്ജങ്ഷൻ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തേത് 3 + 9 = 20, ദാറ്റ് ഈസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, ദാറ്റ് ഈസ് EF. നെക്സ്റ്റ് 3 - 7 = -4, ദാറ്റ് ഈസ് ട്രൂ. എന്തായിരിക്കും P ഡിസ്ജങ്ഷൻ Q? 3 + 9 = 20 or 3 - 7 = -4, ദാറ്റ് ഈസ് ഇതും ട്രൂ അല്ലേ? ഇതും ട്രൂ ആണ്. നാലാമത്തേത് P 5 ഈസ് എ ഈവൻ നമ്പർ, ദാറ്റ് ഈസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. Next, Q is a negative, 3 is a negative number, that is also false statement. ഇനി ഡിസ്ജങ്ഷൻ എന്താ പറയണേ? 5 is a even number or 3 is negative number. ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ P conjunction Q തെറ്റാണ് എന്ന് പറയാൻ പറ്റും. കാരണം 5 is a even number അല്ല, അതേപോലെ 3 എന്തല്ല? നെഗറ്റീവ് ഇൻഡിജർ അല്ല. ഓക്കെ, therefore ഇതെന്താണ്? false. F. ഓക്കെ, അപ്പോൾ P ഡിസ്ജങ്ഷൻ Q ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ഫാൾസ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഈ ടേബിളും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ കൺജക്ഷനിലും ഡിസ്ജക്ഷനിലും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്ജക്ഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഡിസ്ജങ്ഷൻ ട്രൂ ആയി അല്ലേ? നെക്സ്റ്റ് ഇവിടെയും ഒന്ന് ട്രൂ ആയതുകൊണ്ട് ഇവിടെയും ട്രൂ ആയി. നെക്സ്റ്റ് ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി ഉണ്ടെങ്കിൽ ഇത് ട്രൂ ആയി. നെക്സ്റ്റ് ഒന്നും ട്രൂ അല്ലെങ്കിലോ, കംപ്ലീറ്റ് ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഫാൾസ് ആവുള്ളൂ. ഓക്കെ, എന്തായിരുന്നു കൺജക്ഷനിൽ പി ക്യു പി കൺജക്ഷൻ ക്യു. ഇവിടെ എന്തായിരുന്നു? ഒന്നാമത്തെ ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. രണ്ടാമത്തെ ട്രൂ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും. കംപ്ലീറ്റ് ട്രൂ ആണെങ്കിൽ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസും ഫാൾസ് ആണ്. അതേപോലെ ഫാൾസ് ട്രൂ ആണെങ്കിലോ അവിടെ ഫാൾസ് ആയിരിക്കും. നെക്സ്റ്റ് ഫാൾസ് ആൻഡ് ഫാൾസ് ആണെങ്കിൽ അതും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് നമുക്ക് എടുക്കേണ്ടത് എക്സ്ക്ലൂസീവ് ഓർ.
Okay, third, exclusive OR. എന്താണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക നൊട്ടേഷൻ ഇതാണ്, ദാറ്റ് ഈസ് എക്സ് ഓർ, എക്സ് ഓർ, ഇതാണ് നൊട്ടേഷൻ. പിയും ക്യൂവും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, പി ഒരു പ്രപ്പോസിഷൻ ആണ്, ക്യൂ വേറൊരു പ്രപ്പോസിഷൻ ആണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി എക്സ് ഓർ ക്യൂ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം. ഫസ്റ്റ് പി എന്നുള്ള ഒരു പ്രൊപ്പോസിഷൻ പി ഗ്രേറ്റർ ദാൻ 9 ഗ്രേറ്റർ ദാൻ 4, ഇതൊരു പ്രൊപ്പോസിഷനാണ് അല്ലേ, ട്രൂ ആയിരിക്കാം ഫാൾസ് ആയിരിക്കാം. നെക്സ്റ്റ് ക്യൂ എന്നുള്ള പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് 5 + 4 = 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എക്സ് ഓർ ക്യൂ ഇത് ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് പി ഗ്രേറ്റർ ദാൻ 9 ഗ്രേറ്റർ ദാൻ 4 or 5 + 4 = 9 but not both. ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. പി എക്സ് ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പി ഓർ സെക്കൻഡ് ക്യൂ, അതിൻ്റെ കൂടെ തന്നെ ബട്ട് നോട്ട് ബോത്ത്, രണ്ടും ആവരുത്. ഒന്നെങ്കിൽ ഇതായിരിക്കണം അല്ലെങ്കിൽ ഇതായിരിക്കണം, ബട്ട് രണ്ടും ഒന്നിച്ചാവരുത്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ തൊട്ടുമുന്നേ നമ്മൾ എന്ത് ചെയ്തു, കൺജങ്ഷനിൽ ആൻഡ് ഉപയോഗിച്ചു, ഡിസ്ജങ്ഷനിൽ ഓർ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ നൊട്ടേഷൻ ഇതാണ്, എക്സ് ഓർ, ഇവിടെ എന്താണ്, ദാറ്റ് ഈസ് ഓർ ബട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൂത്ത് വാല്യൂ എഴുതി നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ കുറേ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഓക്കെ, എക്സാമ്പിൾ എടുത്തിട്ട് അല്ലെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തൊട്ട് മുന്നേ കംപ്ലീറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് എക്സാമ്പിൾ പി 1 is ഈവൻ നമ്പർ. ഓക്കെ, ഫസ്റ്റ് ആ ഓർഡർ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് 1 is odd number. Next Q. 2 is even number. Okay, എന്താണ് P exclusive or Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, that is P exclusive or Q. എന്താ വരിക, 1 is odd number or 2 is even number but not both. Okay, next രണ്ടാമത്തേത് second example, 2 is prime number. P2 is prime number. Next Q, 3 is even number. Then എന്താണ് P X or Q, that is 2 is prime number. Next or 3 is even number but not both. Okay, next third example, P 5 is a negative number.
number, and Q, 10 is positive number. And then P or X or Q, that is P X or Q, that is 5 is a negative number or 10 is positive number, but not both. Next, fourth example. Zero, that is P, 0 greater than 100. Next, Q, 100 is less than 90. P exclusive OR, that is P X or Q. എന്താ വരിക? That is 0 greater than 100 or 100 less than 90, but not both. തൊട്ടുമുന്നേ ചെയ്ത പോലെ നമുക്ക് ഓരോന്നിൻ്റെയും ട്രൂത്ത് വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് P എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, Q എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് P എക്സ്ക്ലൂസീവ് ഓർ, ദാറ്റ് ഈസ് P X O R Q. ഇതിൻ്റെ നമുക്ക് നോക്കാം. ഓരോ 1 by 1 ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ എന്താണ്? 1 ഈസ് ഓഡ് നമ്പർ, 2 ഈസ് ഈവൻ നമ്പർ. രണ്ടും ട്രൂ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? 1 ഈസ് ഓഡ് നമ്പർ ഓർ 2 ഈസ് ഈവൻ നമ്പർ, ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ഒരുമിച്ചാവരുത്. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് ശരിയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് 2 ഈസ് പ്രൈം നമ്പർ, ദാറ്റ് ഈസ് ട്രൂ. സെക്കൻഡ് 3 ഈസ് ഈവൻ നമ്പർ, ദാറ്റ് ഈസ് ഫാൾസ്. നെക്സ്റ്റ് P X or Q എന്ത് വരും? 2 ഈസ് പ്രൈം നമ്പർ ഓർ 3 ഈസ് ഈവൻ നമ്പർ, ബട്ട് നോട്ട് ബോത്ത്, ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, മൂന്നാമത്തേത് PE, ദാറ്റ് ഈസ് 5 ഈസ് നെഗറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് ഫാൾസ്. നെക്സ്റ്റ് 10 ഈസ് പോസിറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് ഇതും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ദാറ്റ് ഈസ് P X or Q ട്രൂ ആണ്. നെക്സ്റ്റ് നാലാമത്തെ ദാറ്റ് ഈസ് ഫാൾസ്, that is 0 greater than 100, that is false. Next 100 less than 90, that is also false. എന്താ വരിക? That is 0 greater than 100 or 100 less than 90, but not both അല്ലേ? അപ്പൊ ഇതും എന്താണ്? ഫാൾസ്. അപ്പൊ എപ്പോഴാണ് ഫാൾസ് ആയത്? രണ്ടും ട്രൂ ആവണ കേസ് ഫാൾസ് ആയി. അതുപോലെ തന്നെ രണ്ടും ഫാൾസ് ആവണ കേസും ഫാൾസ് ആയി അല്ലേ? രണ്ടും ട്രൂ ആവണ കേസും രണ്ടും ഫാൾസ് ആവണ കേസും ഫാൾസ് ആയി. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ എന്താണ് അത്? അഥവാ ഈ രീതിയിൽ നോക്കിയാൽ മതി. രണ്ടും ട്രൂ ആവണ കേസ് ഫാൾസ്, രണ്ടും ഫാൾസ് ആവണ കേസ് ഫാൾസ്, ബാക്കി എല്ലാ കേസും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ സിമ്പിൾ ആണ് നെഗേഷൻ. നിങ്ങൾക്ക് ആൾറെഡി അറിയാം എന്താണ് നെഗേഷൻ. നമ്മൾ എടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? നെഗേഷൻ എന്താണോ P അതിന്റെ നെഗേഷൻ ട്രൂ ആയിരിക്കും. ജസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിലും ഒന്ന് പറയാം. ദാറ്റ് ഈസ് നാലാമത്തേത് നെഗേഷൻ. ദാറ്റ് ഈസ് P എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക നെഗേഷൻ P ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ P 2 ഈസ് ഈവൻ നമ്പർ. എന്താണ് നെഗേഷൻ P? 2 നോട്ട് എ ഈവൻ നമ്പർ. എന്ത് ചെയ്താൽ മതി? നോട്ട് ചേർത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് P ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് P എന്തായിരിക്കും? ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് P ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇനി
പി എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.